ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേരപ്പോൾ കമൻറ്റായിട്ട് വരും, ചിക്കീത്തോ ചേച്ചി ഞങ്ങൾക്ക് അത്ര സുഖം എന്നല്ല, അതിനിപ്പോൾ വിശ്വസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശീലിച്ചല്ലേ പാലിക്കുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറയട്ടെ, നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൻ്റെ കേസുകളൊക്കെ വരാറുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റാത്തതിൻ്റെയും പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇവരൊന്നും പങ്കെടുപ്പിക്കാൻ പറ്റില്ല. പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ കോളായിരിക്കും. അപ്പം നമ്മൾ ഇന്നിപ്പോൾ എന്തായാലും ആ ഒരു ഇൻ്റർവ്യൂ നമുക്ക് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളും ഒരാഗ്രഹം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. നമ്മൾ ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോടുള്ള ഫൺ വിത്ത് സ്റ്റാർസ് കൊണ്ടുള്ളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഇപ്പോഴും യൂട്യൂബിലൊക്കെ എടുക്കുന്നുണ്ട് അവരിട്ടിട്ടൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമതൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 4 പേരാണ്. ഞാനും അഞ്ചു ചേച്ചിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം, അഞ്ചു എന്ന് വിളിച്ച പ്രശ്നം, എനിക്ക് വയ്യ. ശരി, അഞ്ചു എന്ന് വിളിക്കട്ടെ ഞാൻ. അഞ്ചും അപ്പോൾ അനിൽ ചേട്ടനും മതി ചേട്ടനൊക്കെ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. പാറുക്കുട്ടീൻ്റെ മൂഡ് നല്ലതാണെങ്കിൽ പാറുക്കുട്ടീനെ ഇരുത്തും. അപ്പോൾ ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ഇൻ്റർവ്യൂ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് നിഖിൽ ചേട്ടൻ അത് കൺഫേം പറഞ്ഞത്. നമ്മൾ അറ്റൻഡ് ചെയ്യാട്ടോ, നമ്മൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒക്കെയാണെന്നുള്ളത്. പിന്നെ പിള്ളേരായാലും പനിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറ്റില്ല. പിന്നെ ചേട്ടനായാലും ഇന്ന് വർക്കില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നായിരുന്നു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ എന്തൊക്കെയോ ബഹളങ്ങൾ കേൾക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല ഞങ്ങൾ ഏത് ഡ്രസ്സ് ഇടും. സംഭവമൊക്കെ ആണെങ്കിൽ എൻ്റെ കയ്യിലാണെങ്കിൽ നല്ല നല്ല കുർത്തകൾ സംഭവങ്ങളൊന്നും ഇല്ല. ജീൻസിൻ്റെ കുറച്ച് ടോപ്സുകളുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ചേട്ടനോട് ചോദിച്ചെങ്കിൽ ചേട്ടാ ഒരു ടോപ്പ് എടുത്തരും, ജീൻസിൻ്റെ ടോപ്പ് എടുത്തരുമെന്ന് കുറച്ച് ചോദിച്ചു. എന്നോട് പറഞ്ഞു എടുത്തോ. അച്ഛനായാലും അമ്മയാലും പറഞ്ഞു ഒരു എന്താ പറയുക കുറച്ച് പേര് കാണുന്നൊരു പരിപാടിയാണെങ്കിൽ നല്ല രീതിക്കൊക്കെ ഇരിക്കട്ടെ മക്കളെ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ലൈസൻസ് കിട്ടി. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചൊരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അഞ്ച് ചേച്ചി കൂടെ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമായെങ്കിൽ ചേച്ചി പറഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ സ്റ്റുഡിയോയിലാണ് പോണത്. തൃപ്പയാറ് സ്റ്റുഡിയോ. അവിടെ തന്നെ ട്രെൻഡ്സും ഉണ്ട്. ട്രെൻഡ്സിലേക്കാണ് പോകാൻ പോകുന്നത്. നല്ലത് കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കണം. ഇനിയിപ്പോൾ അതേ കുളി കഴിഞ്ഞിട്ട് അതിനിറങ്ങാൻ നിൽക്കണം. ഇപ്പം തന്നെ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളങ്ങനെയാണ്. എവിടെയെങ്കിലും വലിയ പരിപാടി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഇതൊക്കെ ചെയ്യുള്ളൂ. എന്നിട്ട് ലേറ്റായിട്ട് വരും. എന്നിട്ട് കിടന്നൊരു പരാക്രമണമായിരിക്കും. അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ മാത്രം റെഡിയായി പോരല്ലോ. അത് കഴിഞ്ഞ് വന്നിട്ട് പാറോനെ റെഡിയാക്കണം, 3 പിള്ളേരെ റെഡിയാക്കണം, അവർക്ക് ഇതിനിടയിൽ ഫുഡ് കൊടുക്കണം. എന്തായാലും വേഗം ഇറങ്ങാൻ നോക്കട്ടെ. പറഞ്ഞ് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഇൻ്റർവ്യൂ സെക്ഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് തൃപ്പയാറോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ട്രെൻഡ്സിലേക്ക് അല്ലെങ്കിൽ സ്റ്റുഡിയോയ്ക്ക് പോകണം. എനിക്കൊരു ജീൻസിന് ടോപ്പ് എടുത്താൽ മതി. അപ്പോൾ ചേച്ചി ഇത് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്ക് എന്തോ ഒരു ചെറിയൊരു കുർത്തി പോലെ എന്തെങ്കിലും മോഡൽ എടുക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ സമയം 12:15 നമുക്ക് വേഗം പോയിട്ട് വരണം. നമ്മുടെ അല്ലൂസും കാശിക്കൂട്ടനും മൈനൂസും ഒക്കെ റെഡിയാണ്. അപ്പോൾ ചേച്ചി റെഡി ആയിട്ടിരിക്കുകയാണ്. ഈൽ ചേട്ടനാണെങ്കിൽ മുടി വെട്ടാൻ പോയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വൈമാളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കയറാൻ പോകേണ്ടത് സ്റ്റുഡിയോയ്ക്കാട്ടോ. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കുറവായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ജീൻസിൻ്റെ ടോപ്പ് നോക്കാമെന്ന് വിചാരിക്കാൻ. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ അതാണ്. അല്ലേ ഇത് നൈസ് ആയിരിക്കുമല്ലോ. ഇത് അല്ല നൈറ്റ് ഗൗണാണ്. എന്തെല്ലാം പിച്ചാ നിങ്ങൾ നോക്കൂ. ഞാൻ അപ്പുറത്തേക്ക് എനിക്ക് ഷർട്ട് ഉണ്ടോ നോക്കട്ടെ. കാശിയാണ് കരയാണ്. ഞാനെടുത്തത് ഈ ഒരു ടോപ്പാണ്. അത് ഞാനൊന്ന് ട്രയൽ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇട്ടിട്ട് എനിക്ക് കുഴപ്പം തോന്നില്ല. അടിയിൽ ഞാൻ ബാഗി ബ്ലാക്ക് ജീൻസാണ് ഇട്ടിട്ടുള്ളത്. അഞ്ചേച്ചി ഈ ഒരു ടോപ്പാണ് എടുത്തത്. പക്ഷേങ്കിൽ അതത്ര ഗുഡായിട്ട് ഫീൽ ചെയ്തില്ല. വേറൊരു ടൈപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ഏതെങ്കിലും കടയിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ചെക്കന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. അവിടെ ഇവിടെ കയറി നിന്ന് കളിക്കുക, ഓരോ സാധനങ്ങളൊക്കെ വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു കണക്കിന് ഞങ്ങൾ അവിടെ നിന്ന് പില്ല് ചെയ്തിട്ട് താഴേക്ക് പോരാനുള്ള പരിപാടിയിലാണ്. എന്ത് പരിപാടി നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ തലേദിവസം അല്ലെങ്കിൽ അതിൻ്റെ
ദിവസം ഇതേപോലെ പോയെങ്കിൽ ഒരു സമാധാനം ഉള്ളൂ. ഇപ്പോഴത്തെ ഞങ്ങൾ ട്രെൻഡ്സിലുണ്ട്, ജസ്റ്റ് ഒരു ടോപ്പ് ഒന്ന് ട്രൈ ചെയ്യാൻ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മഞ്ഞ ടോപ്പ് ഇട്ട് നോക്കി, പക്ഷേങ്കിൽ എനിക്കൊരു സുഖം തോന്നില്ല. കാരണം ഞാനിപ്പോൾ ഫുൾ ഇതേപോലത്തെ കുർത്തീസ് ഒന്നും ഇടാറില്ല. അതുകൊണ്ട് ഇടുമ്പോൾ എന്തോ ഒരു എന്താ പറയുക, ഒരു ഭംഗിക്കുറവ്, എനിക്ക് സ്വയം ഒരു സുഖക്കുറവ് തോന്നിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ, എനിക്ക് അങ്ങനത്തെ ടോപ്പുകളൊക്കെ ഇട്ടിട്ട് ഭംഗിയുണ്ടോയെന്ന്. അതുകൊണ്ട് ഞാൻ ആ ഒരു യെല്ലോ എടുത്തു, കാരണം എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട്. അഞ്ചു ചേച്ചിക്കാണെങ്കിൽ കുർത്തി സംതിങ് ഒക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. എനിക്കാണെങ്കിൽ എനിക്ക് സ്വയം ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, എനിക്ക് അതൊരു ഭംഗിക്കുറവാണ്. ഇപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് അന്ന് ബുധനാഴ്ചയായിരുന്നു. അപ്പോൾ KFCയിൽ ഓഫറുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതേ ചേച്ചിക്ക് ഒരു ചിലവ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ നിഖിലിച്ചേട്ടാ അത് ആ പരാതികൾ തീർത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും റെഡി നിൽക്കുകയാണ്, പിള്ളേഴ്സിനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഇതേപോലെ പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവരിൽ ആരെങ്കിലും ഒരാൾ അപ്പിടും. ഇന്നത്തെ കാശിക്കുട്ടനാണ് അപ്പിട്ടിട്ടുള്ളത്. ആ കാശിക്കുട്ടൻ നല്ല പണിയിലാണ്. ഇവിടെ കാശിക്കുട്ടൻ്റെ ഫേസ് നോക്കി നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ. ചേച്ചി എവിടെ പോണു? നമ്മള് ഇന്റർവ്യൂവിന് പോണ. യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ഞങ്ങൾ പോവാണ്. ഫസ്റ്റ് ഇന്റർവ്യൂ കോഴിക്കോടായിരുന്നുടാ. കോഴിക്കോട് ഏതായിരുന്നു? ഫൺ കഫേ. ഫൺ വിത്ത് സ്റ്റാർസ്. പാറൂസ് നമ്മൾ ഇന്റർവ്യൂവിന് പോവാണ് അല്ലേ? പാറൂസ് നല്ല കുട്ടിയായിട്ട് ഇരിക്കണുണ്ട്. പാറുവാ കഴിഞ്ഞില്ലടാ, നല്ല കുട്ടിയായിട്ടില്ലേ? നല്ല കുട്ടിയായിട്ട് ഇരിക്കണം ഞങ്ങളെ കൂടെ കേട്ടോ പാറൂസ്. ചേച്ചി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, അപ്പൊ നമ്മൾ നല്ല മോഡലായിട്ട് ഇരിക്കാം. ഓക്കെ എന്താ കണ്ണാ അവന് പറയില്ലേ, നമ്മൾ ഇന്റർവ്യൂവിന് നല്ല മോഡലായിട്ട് ഇരിക്കണം. ഓക്കെ ഡൺ പറയും. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ആ ഒരു ടോപ്പ് തന്നെയാണ് ഇട്ടത്. അഞ്ചു ചേച്ചി ട്രെൻഡ്സിൽ നിന്ന് എടുത്ത ഈ ഒരു കുർത്തിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം അമ്മയും അച്ഛനും ചേട്ടന്മാരൊക്കെ സെറ്റ് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അച്ഛൻ ഓൾറെഡി റെഡി ആയിട്ട് അമ്പലനടയിൽ പോയിട്ടുണ്ട്, അവിടെ നിൽക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും ഇറങ്ങുമ്പോൾ നേരം വൈകുന്ന അച്ഛൻ നന്നായിട്ട് അറിയാം. നമ്മളോട് സമയം പറഞ്ഞത് 5 മണിക്കാണ് സമയം പറഞ്ഞത്. ഇപ്പം 4:50 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം വൈകണ്ട, ഇറങ്ങിയേക്കാം. എന്താ ഇറങ്ങാണ് കേട്ടോ. ഇത് അഞ്ചു ചേച്ചി ഷൂ ആണ്. ഇത് പ്രഗ്നൻസി സമയത്ത് എൻ്റെ ചെരുപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടി പൂജിക്കാൻ പോയപ്പോൾ അമ്പലത്തിലിട്ട് മറന്നു പോന്നു ഗൈസ്. അപ്പോൾ പിന്നെ പൂജിച്ച് വരുന്ന വഴിയിൽ കാർ പിന്നെ തിരിച്ചെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോയില്ല. അങ്ങനെ പറയില്ല, നല്ല കാര്യത്തിന് പോയിട്ട് വരുമ്പോൾ പിന്നെ തിരിച്ചു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചെരുപ്പ് അവിടെയാണ്, അമ്പലത്തിലാണ്. അതിന് പോയിട്ട് കിട്ടുക. ഇത് അഞ്ചു ചേച്ചിയുടെ ചെരുപ്പാണ്. ഇതെനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. കാരണം അപ്പുറത്തെ പറമ്പിലാണ് വണ്ടി ഇട്ടിട്ടുള്ളത്. റോഡ് പണി ഉള്ളതുകൊണ്ട് എല്ലാവരും കയറ്റിയിട്ട് നമ്മൾ പോവാണ്. ഇപ്പോൾ വലിയ കാറായതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷനില്ല, എങ്ങനെ ഇരിക്കും എവിടെ ഇരിക്കുന്നൊക്കെ ഉള്ളത്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. ഇതിന് പിള്ളേരടക്കം നമ്മളടുത്ത് നമുക്ക് ഇരുത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ പാറൂസിന് ഞങ്ങൾ ഒട്ടും പണക്കാട് നിർത്തിയിരിക്കുകയാണ്. ആ ഒരു മൂഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കുട്ടിയായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ CGM ഉണ്ടായിരിക്കും. ലീനമ്മേനെയും വിളിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ സീതമ്മേനെയും കുട്ടശ്ശനെയും ഒക്കെ അവർക്ക് കാണണം, ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പിള്ളേരെ നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ CGM ലീലമ്മാമ്മനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനും ഇപ്പോൾ വയ്യ, തണ്ടലിനും ഒക്കെ കുറച്ച് സുഖക്കുറവുണ്ട്. അപ്പോൾ അച്ഛനെ കൊണ്ട് അത്രയും നേരം മാനേജ് ചെയ്യാൻ പറ്റില്ല. കുട്ടച്ഛനാണെങ്കിൽ ഞങ്ങൾ അമ്പലനടയിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങളിതേ യാത്ര പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു ജാഥ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളോട് പറഞ്ഞ സമയം 5 മണിയാണ്. ഇപ്പോൾ സമയം 4:50 ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 5 മണിന്ന് നിഖിൽ ചേട്ടൻ ഞങ്ങൾ പറഞ്ഞ് പറ്റിച്ചാണോ എന്നറിയില്ല, നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. കൊടുങ്ങല്ലൂർ അമ്മയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയോട് ഞാൻ വരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആകെ എന്താ പറയുക, പിള്ളേരെന്തായാലും കയ്യിൽ വെച്ച് നമുക്ക് ഇൻ്റർവ്യൂവിന് ഇരിക്കാൻ പറ്റില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെക്കാളുപരി നമ്മളെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് പ്രതീക്ഷ ഔട്ട്പുട്ടൊന്നും കിട്ടൂല. ഇവരുടെ സൗണ്ടും അല്ലെങ്കിൽ ഇവർ നമ്മളെ മടിയിലിരിക്കുന്നുണ്ട്, നമ്മളെ റിയാക്ഷൻസും ഒക്കെ ഭയങ്കര എന്താ പറയുക, ഒരു മാതിരിയായി പോകും. അതുകൊണ്ടാട്ടോ ഞങ്ങൾ ഇത്രയും പേരെയും കൂട്ടി പോണത്. അടുത്ത് നമ്മൾ CGM ഇരിക്കണം. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു പേര് വിളിക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അത് മാനിച്ചിരിക്കുന്നു. നമ്മൾ CGM എടുക്കണം. കൊടുങ്ങല്ലൂർ തന്നെയാണ് അമ്മ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സുഖമാണ്, നമുക്ക് അവിടെ പോയിട്ട് അമ്മേനെ പിക്ക് ചെയ്തിട്ട് ഇനി നേരെ നമ്മൾ പോകുന്നത് കൊടുങ്ങല്ലൂർ തന്നെയുള്ളൊരു ഹോട്ടലിലാണ് പോട്ടെ. JJ കാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് നമ്മൾ ഈ ഒരു പരിപാടി വെച്ചിട്ടുള്ളത്. അമ്മാമനെ കണ്ടപ്പോഴേക്ക് നമ്മുടെ അല്ലൂസ് അമ്മാവൻ്റെ അടുത്തേക്ക് ചാടി ഓടിപ്പോയിട്ട്. അയിനു കണ്ടിട്ടില്ല. അയിനുവിനാണ് ഏറ്റവും കൂടുതൽ ലീലമാമന് ഇഷ്ടമുള്ളത്. ലീലമാമ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയിനു ഒരാളെ കയ്യിൽ പോവില്ല, അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കും, അമ്മയുടെ ഒക്കെ തന്നെ ഇരിക്കും. ഈവൻ ഞങ്ങളെ പോലും വേണ്ട
കേട്ടോ. ഞാനാലും നിഖിൽ ചേട്ടനാലും എടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ വരില്ല. അത്രയും സമയം അമ്മയുടെ കൂടെ തന്നെ ഇരിക്കും. കാരണം അമ്മ അവനായിട്ട് കുറച്ചുകൂടി കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട്. അതേ സിജമ്മയും കയറിയിട്ടുണ്ട്. സിജമ്മ ഭയങ്കര സന്തോഷത്തിലാണ്. ജോലി കഴിഞ്ഞതിൻ്റെ സന്തോഷമാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ പിള്ളേരെല്ലാവരെയും കാണാൻ പറ്റിയതിൻ്റെ സന്തോഷമാണെന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടെ മിസ്സിങ് ആയിട്ടുള്ളത് നമ്മുടെ കണ്ണച്ചനാട്ടെ. കണ്ണച്ചനില്ല, അതേപോലെ തന്നെ ശ്രീമും ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യാറ് നമുക്ക് ഇതേപോലെയൊക്കെ എവിടെയെങ്കിലും പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ 4 പേര് ഫ്രണ്ടിലിരിക്കുക, അതായത് നടുക്കത്തെ സീറ്റിലിരിക്കുക, 4 പേര് ബാക്കിലിരുന്നാൽ നമുക്ക് എവിടേക്കായാലും പോവാം, യാത്ര പോവാം, അമ്പലങ്ങളിലേക്കൊക്കെ പോവാന്നൊക്കെ പറയണ്ടായിരുന്നു. നമ്മൾ വലിയ കാർ എടുത്ത പിന്നെ ചോറ്റാനിക്കര പറശ്ശിനിക്കടവൊക്കെ. ഗൈസ് കുറച്ച് വെള്ളി വീഴുന്നുണ്ട്, നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട്. അപ്പം നിഖിൽച്ചേട്ടൻ മുകളിൽ പോയിട്ടുണ്ട്, അവരായിട്ട് എന്തോ സംസാരിക്കാനാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ചെക്കന്മാർ ഓടി തുടങ്ങി. അപ്പം ഗൈസ് എൻ്റെ ഈ ഒരു ടോപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. ഞാനിത് കുറച്ച് കൺഫ്യൂസ് ആയിട്ടാണ് എടുത്തത്. എനിക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒക്കെയാണ് ഇഷ്ടം. അധികം ഭയങ്കര ബ്രൈറ്റ് ആവാണ്ട് കുറച്ച് ക്യാഷ്വൽ ആയിട്ടുള്ളതും കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് എനിക്കിഷ്ടം. അപ്പോൾ എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് എടുത്തത് കേട്ടോ. പക്ഷേ നിഖിൽച്ചേട്ടൻ അത്ര വലിയ ഇഷ്ടമായില്ല. ഒക്കെ പറഞ്ഞു, പക്ഷേ ഇട്ടതിന് ശേഷം കണ്ടപ്പോൾ പറഞ്ഞു ആടാ നിങ്ങൾക്ക് ഭംഗിയുണ്ട്, ഒക്കെ എടുത്തോളാൻ പറഞ്ഞു. എനിക്ക് എന്ത് ഡ്രസ്സ് എടുത്താലും അല്ലെങ്കിൽ എന്ത് സാധനം വാങ്ങിക്കലും നിഖിൽച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു ആക്കിയിടാൻ ഭംഗിയുണ്ട്, ആ ഒരു സജഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആവട്ടെ. നമ്മൾ കുറച്ചുകൂടി കോൺഫിഡൻറ്റ് ആവും. കാരണം നമ്മളെക്കാളും കൂടുതൽ മറ്റുള്ളവർക്കാണ് നമുക്ക് ചേരുന്നത് എന്താണെന്ന് അറിയുക. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യമല്ല, എന്ത് തിങ്സ് എടുക്കുകയാണെങ്കിലും എനിക്ക് നിഖിൽച്ചേട്ടനോട് അഭിപ്രായം ചോദിക്കണം. അപ്പോൾ കറക്റ്റായിട്ടുള്ള എനിക്ക് അഭിപ്രായം പറയും. ഇതിങ്ങനെയാണ് ഗീതു, ഇതിൻ്റെ തുണി നിനക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുഖത്തിന് ഭംഗി ഉണ്ടായില്ല, അങ്ങനെ കുറേ അഭിപ്രായങ്ങൾ പറയും കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ പോകണം. അവിടെ ഒരു ഹാളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിതേ ലിഫ്റ്റ് ഇറങ്ങി പരിപാടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ പക്ഷേ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. നമ്മൾ 1 മണിക്കൂർ കൂടുതൽ മുന്നേ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടൊരു ചരിത്ര സംഭവമാണ്. നമ്മളെവിടെ പോയിട്ടുണ്ടെങ്കിലും ലേറ്റ് ആവും. ഇത് 5 മണിന്ന് പറഞ്ഞിട്ട് 5 മണിക്ക് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. അതെനിക്ക് നിഖിൽച്ചേട്ടൻ തോന്നി, നിഖിൽച്ചേട്ടൻ ഒരു പ്ലാനായിരുന്നു. കാരണം 6 മണിക്കായിരുന്നു പരിപാടി, 5 മണിക്ക് നമ്മളോട് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര നേരത്തെങ്കിലും ഇറങ്ങുള്ളൂ. അതെന്തെങ്കിലും ആവട്ടെ, എന്നാലും നന്നായി. നമ്മൾ അത്ര നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഹറിബറി ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ നിൽക്കുകയാണ്, വേറൊരു പരിപാടി ഇല്ല. അവർ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിള്ളേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷുട്ടപ്പനയില് ഇവിടെ ആണെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ്. അപ്പം നമ്മുടെ പിള്ളേർ വന്നപ്പോൾ ഇവിടെ ഭയങ്കര വയലൻ്റായി, ഭയങ്കര സൗണ്ടുകളൊക്കെ. അപ്പം ഞങ്ങളോട് അവിടെയുള്ള റിസപ്ഷനിലത്തെ ആ ഒരു കുട്ടി പറഞ്ഞു താഴെ വന്നു ചേച്ചി, ഇവിടെ കുറച്ചുകൂടി സ്പേസ് ഉണ്ടല്ലോ, മുകളിലാവുമ്പോൾ സ്റ്റെയറൊക്കെ കയറി ഇറങ്ങൂലേന്ന്. ഞങ്ങൾ പെട്ടിരിക്കുകയാണ്. ഇവിടെ 3 ചെക്കന്മാർ നല്ല മൂടിലാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഇതാണ് മീനാക്ഷി സുധീർ. നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന കുട്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. സൈന സൗത്ത് പ്ലസ് എന്നുള്ള ടീമാണ് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോണത്. ഇവിടെയാണെങ്കിൽ ഇവർ ഒരു രക്ഷയില്ല. താഴത്തെ ഇറക്കിയപ്പോൾ എൻ്റെ പൊന്നോ, അത് ഇത്രയും കുറുമ്പന്മാർ ഈ ഒരു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഇവർ ഒരാൾ ചെയ്യണേ കണ്ടിട്ട് മറ്റാൾ അത് കോപ്പി അടിച്ച് ചെയ്യും. ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നില്ലേ? ലിപ്സ്റ്റിക് എടുക്കണ്ടേ? ഗ്ലോയിൻ്റെ ഇടുന്നോ നോർമൽ ലിപ്സ്റ്റിക് ഇട്ടാൽ മതിയോ? ഏത് വേണം? എടുക്കാന്ന് നമ്മളിങ്ങനെ മുകളിൽ നിൽക്കാട്ടെ. കാരണം താഴത്തേക്ക് 3 അമ്മമാരെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ മുകളിൽ നിൽക്കുന്നത്. കാരണം ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് വാശിയും കരച്ചിലൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അതേ ഇവിടെ അറേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ടീം വന്നിട്ട് ക്യാമറയും മറ്റു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. താഴത്തേക്ക് നോക്കുമ്പോൾ എന്താ പറയുക, പിള്ളേരൊരു ബഹളമായാണ്. അപ്പോൾ നിഖിൽ ചേട്ടൻ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷിക്ക് എന്തോ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലി കുറച്ചു. അപ്പോൾ കറക്റ്റ് നെയിം എന്താണ്, റിയൽ നെയിം എന്താണെന്നൊക്കെ ചോദിച്ചു പിള്ളേരുടെ ആയാലും. അപ്പോൾ പിള്ളേർ ഇരുത്തണില്ല, നമ്മൾ 4 പേരും പാർക്കുട്ടിയാണ് ഇരിക്കുന്നത്. ആ
അച്ഛനും അമ്മേനെ ആയാലും ഇരിക്കില്ല. നമ്മൾ 4 പേരുടെ ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ. അപ്പോൾ അവരവിടെ പിള്ളേരെ നോക്കിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. പാവം അച്ഛനമ്മമാർ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ പിള്ളേരാണെങ്കിൽ പറഞ്ഞ അനുസരിക്കുന്ന ഒരു ടൈപ്പേ അല്ല. കാരണം അവരുടെ പ്രായം അതാണ്. പിന്നെ അവർക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരാളാണെങ്കിൽ കുറച്ച് പേടിയുണ്ട്. ഇവർ 3 പേരാകുമ്പോഴും ഒറ്റ പേടിയില്ല ഇവർക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പാർക്കുട്ടനും കൂടി താഴത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അച്ചാച്ചന് എന്താ ബിസ്ക്കറ്റും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. കുറച്ച് നേരത്തെങ്കിലും ഒന്ന് പിടിച്ച് ആ ഒരു കുറുമ്പ് ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിസ്ക്കറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെയേഴ്സും ക്യാമറയും എല്ലാം സെറ്റാണ്. ഇൻ്റർവ്യൂ എടുക്കാൻ നമ്മൾ റെഡിയാണ്. അപ്പോൾ നമ്മളത് ഇവിടെ സീറ്റിലിരിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനിയുള്ള ദൃശ്യങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂ പുറത്ത് വരുമ്പോൾ അതിനൊരു ഗുമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിഷ്വൽസ് ഒന്നും അധികം എടുത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു 1 അവറുള്ളൊരു 1 അല്ലെങ്കിൽ 1.5 അവറുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു സംഭവങ്ങളൊക്കെ ആയിട്ട്. പാർക്കുട്ടൻ വലിയൊരു സീനില്ലാണ്ട് സഹകരിച്ചു. കുറേ നേരം ഞങ്ങളെടുത്തിരുന്നു, കുറച്ച് നേരം ചേച്ചിയും ചാനലൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ഇതാ ഭയങ്കര സിമ്പിളായിരുന്നു, ഭയങ്കര കംഫർട്ടബിളായിരുന്നു. മീനാക്ഷി കൂളാണ്. ഞാൻ അത്രയും കൂളായിരിക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം നമുക്ക് മിങ്കിൾ ചെയ്യണമെങ്കിൽ ഒരേ വൈബുള്ള അല്ലെങ്കിൽ ഒരേ ഒരു കെമിസ്ട്രി അവിടെ വർക്കൗട്ട് ചെയ്യേണ്ട. അപ്പോൾ ആളായിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റി, വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റി. നമ്മുടെ ഒരു വിശേഷങ്ങൾ പറയുക അല്ലെങ്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ചോദിച്ചറിയുക, അങ്ങനൊരു ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. നന്നായിരുന്നു. ഹായ് മീനാക്ഷി. ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഭയങ്കര എന്താ പറയാ ചില്ലാണ് അല്ലടാ, നൈസാണ്, സൂപ്പറാണ്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ കുട്ടി പ്രത്യേകം പറഞ്ഞത് പറയുന്നത് അപ്പൊ എന്തായാലും പറയാന്ന് വിചാരിച്ചു. ഈ കുട്ടിയുടെ ബാഗിൽ ഇല്ലാത്ത ചപ്പ് ചവർ തുറങ്ങുന്നത് എന്തോ ഒരു പടം ഞങ്ങൾക്ക്. മേക്കപ്പ് പൗച്ചാണ് ഇത്, മിററാണ്, ഇതെന്റെ ബുക്ക്, ഇതെന്റെ ഫേസ് വാഷ്, ഇതെന്റെ പെർഫ്യൂം. സത്യം തെളിയിക്കാനായിട്ട് കഴിവിനെ രക്ഷിച്ചത്. പിന്നെ ഇത് ഞാനൊന്ന് ഉച്ചയ്ക്ക് കഴിച്ച പിസ്സന്റെ ബാക്കിയാണ്. ചേച്ചി വൈറലാവണമെങ്കിൽ ഫുൾ ക്രെഡിറ്റ് ആയിരിക്കണം. അത് മീനാക്ഷിക്കാണ് കണ്ടുപിടിച്ചത്. ഓടി വന്ന് കഴിവ്. ഞങ്ങളെല്ലാം കഴിഞ്ഞ് താഴെ വന്നപ്പോൾ പാർക്കുട്ടി ചെറിയൊരു അടച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അച്ചാച്ചൻ പുറത്ത് കൊണ്ടുപോയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു സീനും കൂടിയും താഴത്ത് എടുക്കാനുണ്ട്. അച്ഛനായിട്ടൊരു ചെറിയൊരു കോമ്പോസിന് എടുക്കാനുണ്ട്. അപ്പോൾ അതേ കാശുക്കുട്ടനെ ഉറങ്ങിയ കഥ പറയാണ്. അമ്മ എന്തോ ഭാഗ്യത്തിന് എണീറ്റിട്ടുണ്ടെങ്കിൽ എന്തായാലും അഞ്ചു ചേച്ചി വേണം. അല്ലൂസ് ഉറങ്ങിയിട്ടുണ്ട്. ഐനൂസ് ചെറിയ ഉറങ്ങി അപ്പം തന്നെ എണീറ്റുന്ന തോന്നുന്നത്. അല്ലുക്കുട്ടൻ ലീലമാമര മടിയിലുണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് ഹോട്ടലിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ അവിടെ നല്ല എന്താ പറയുക നല്ല ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഞ്ചു ചേച്ചിയൊക്കെ സ്റ്റൈലൊക്കെ ആയിട്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അത് അവിടെ ഫാമിലി ആയിട്ട് വന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു. സെറ്റാണ്. അന്ന് എന്താ പറയുക ചില്ലായി. ഞങ്ങൾ ഇത്ര നേരം കുറച്ച് ടയർഡായിരുന്നു, മുകളിലിരുന്ന് കുറേ നേരമായി. വെള്ളം മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കുടിച്ചപ്പോൾ നല്ല സുഖം. അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ സ്ഥിരം കല്ലുമക്കായയിൽ എത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. കണ്ണച്ചനും ശ്രീമൂനുള്ള ഫുഡ് പാർസൽ വന്നിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ ഞങ്ങൾ കുറച്ച് പേർക്ക് ഫ്രൈഡ് റൈസും അവർ കുറച്ച് പേർക്ക് പൊറോട്ടയും കറിയൊക്കെ ആയിട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വരുന്ന വഴി ഞങ്ങൾ എല്ലാവരും കയറി ഫുഡൊക്കെ കഴിച്ച് സിജിയമ്മേനെയും കണ്ണച്ചനെയും വീട്ടിലാക്കി, ലീലമ്മേനെയും വീട്ടിലാക്കി. ഞങ്ങളിതേ വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. നൈസ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, രസമായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഔട്ട് എപ്പോഴാണ് വരാമെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഈ നമ്മുടെ വീഡിയോ ഇറങ്ങിയ ശേഷമായിരിക്കും, അല്ലെങ്കിൽ അതിന് മുന്നേ വരുമായിരിക്കും ആ ഇൻ്റർവ്യൂവിൻ്റെ സംഭവം. എന്തായാലും ഞാനത് യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ഷോർട്സ് ആയിട്ട് ഇടാൻ പറ്റും ഷോർട്സ് ചെയ്യാം. എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇവരെ അറിയിക്കാം. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ കാണാം കേട്ടോ. ആരും നിർബന്ധിക്കുന്നില്ല. ഇപ്പോൾ കുറേ കമൻറ്റ് വരും, പിന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂ ഒക്കെ ആരും കാണാനതോ. ഞാൻ പ്രത്യേകം പറയുന്നു, നമ്മൾ ഇഷ്ടമുള്ളവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണാം, അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.